ഏത് രാജ്യത്തിൻ്റെയും ഏറ്റവും വലിയ സമ്പത്താണ് അവിടുത്തെ യുവജനത, അല്ലെ? ആ യുവജനതയിൽ ദേശീയ വികാരവും സൈനികരോടുള്ള ആദരവും വളരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനായി ടോട്ടോ ചാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഒരു പുതിയ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി ദേശീയ തലത്തിൽ. അതാണ് ഇന്നത്തെ അധ്യായം. അധ്യായത്തിന്റെ പേരാണ് മുറിവേറ്റവരെ കാണാൻ പോയ കഥ. ടോട്ടോച്ചാൻ തന്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഒരു ആശുപത്രി സന്ദർശിക്കുന്നത്, അതും മുറിവേറ്റ സൈനികരെ കാണാൻ. ദേശീയ തലത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ആ പരിപാടിയിൽ എല്ലാ സ്കൂളിൽ നിന്നും 2-3 കുട്ടികൾ വീതം ഉണ്ടായിരുന്നു. എന്നാൽ ടോട്ടോ പഠിച്ചിരുന്ന ടോമോ ഗക്വാൻ ഒരു ചെറിയ സ്കൂളാണ്, നമുക്കറിയാമല്ലോ. ടോമോ ഗക്വാനിൽ ആകെ 50 വിദ്യാർത്ഥികളാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഒരു കുട്ടി മതി എന്ന് തീരുമാനിക്കപ്പെട്ടിരുന്നു. ആ കുട്ടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ ടോട്ടോച്ചാനാണ്. ടോട്ടോയ്ക്ക് വലിയ അഭിമാനമുള്ള ഒരു കാര്യമായിരുന്നു. ഒരു ടീച്ചറുടെ നേതൃത്വത്തിൽ ഈ കുട്ടികൾ എല്ലാവരും കൂടി സൈനിക ആശുപത്രി കാണാനുള്ള യാത്രയായി. ടീച്ചറിനെ ടോട്ടോച്ചാന് മുൻ പരിചയമില്ല. കണ്ണട വെച്ച് മെലിഞ്ഞ ഒരു ഗൗരവക്കാരി ടീച്ചർ. ആശുപത്രിയിൽ ഇതിനു മുമ്പ് പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ടോട്ടോയ്ക്ക് പോകും മുമ്പ് ഒരല്പം പരിഭ്രമം തോന്നിയിരുന്നു. കാരണം മുറിവേറ്റ സൈനികർ ഏതവസ്ഥയിലായിരിക്കും, രക്തമുണ്ടാവുമോ എന്നൊക്കെയുള്ള ആ കുഞ്ഞു മനസ്സിൽ തോന്നാവുന്ന അനവധി പേടികൾ. എന്നാൽ അവിടെ ചെന്നപ്പോഴാവട്ടെ ബാൻഡേജ് ഇട്ട് വെളുത്ത ബനിയനും വെള്ള പാൻറ്റും അല്ലെങ്കിൽ പൈജാമയും ധരിച്ച പട്ടാളക്കാർ. ചിലരൊക്കെ നടക്കുകയാണ്, ചിലർ അവിടെ ഇരുന്ന് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, മറ്റു ചിലർ കസേരയിലും കട്ടിലുമൊക്കെയായി ചാരിയിരിക്കുന്നു. ചെറിയ കുശല പ്രശ്നങ്ങൾക്ക് ശേഷം ടീച്ചർ കുട്ടികളെയൊക്കെ പട്ടാളക്കാർ കിടക്കുന്നതിന്റെ നടുക്ക് ഒരുമിച്ച് നിരത്തി നിർത്തി. അതിനുശേഷം പറഞ്ഞു, മെയ് 5 ബാലദിനമായതിനാൽ ഞങ്ങൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും നിങ്ങൾക്ക് വേണ്ടി അല്പം ചില പാട്ടുകളൊക്കെ പാടി സമയം ചെലവഴിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു. ആദ്യം നമുക്കൊരു പാട്ട്, മത്സ്യപതാക വിജയിക്കട്ടെ എന്ന പ്രസിദ്ധമായ ഗാനമാണ് ആദ്യം ആലപിക്കാൻ പോകുന്നത്. ഇത്രയും പറഞ്ഞ ശേഷം ടീച്ചർ ഒരു കണ്ടക്ടറുടെ മട്ടിൽ മുറിയുടെ മധ്യത്തിൽ നിന്ന് കുട്ടികളെ പാട്ട് പാടാൻ ആംഗ്യം കാണിച്ചു. എന്നാ മത്സ്യപതാക വിജയിക്കട്ടെ, ഇതേത് പാട്ടാണപ്പാ? ടോട്ടോ കേട്ടിട്ടേ ഇല്ല ഇങ്ങനെ ഒരു പാട്ട്. ടോമോ ഗക്വാൻ ഒരു സാധാരണ സ്കൂൾ അല്ലാത്തത് കൊണ്ട് തന്നെ സാധാരണ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന പാട്ടുകളും അത്തരം ഒന്നും ടോട്ടോയ്ക്ക് അറിയുമായിരുന്നില്ല. കുറച്ചു നേരം കുട്ടികളുടെ ഇടയിൽ നിന്നതിന് ശേഷം ടോട്ടോച്ചാൻ മെല്ലെ പുറത്തേക്കിറങ്ങി അവളുടെ അടുത്ത് കണ്ട ഒരു കട്ടിലിന്റെ കാൽക്കൽ ചാടിക്കേറിയിരുന്നു. ആ കട്ടിലിന്റെ തലക്കലിരുന്ന പട്ടാളക്കാരൻ അവളെ ഒന്ന് നോക്കി. ഏതായാലും കുട്ടികൾ പിഴയ്ക്കാത്ത താളത്തിൽ ഒറ്റ സ്വരത്തിൽ പാടാൻ ആരംഭിച്ചു. ടോട്ടോച്ചാൻ ഇങ്ങനൊരു പാട്ട് ആദ്യമായി കേൾക്കുകയാണ്. അതിന്റെ എല്ലാ അത്ഭുതത്തോടും കൂടി അവൾ ആ പാട്ട് കേട്ടുകൊണ്ടിരുന്നു. പാട്ട് കേട്ട് നമ്മുടെ പട്ടാളക്കാരന്റെ മുഖം അല്പം വിഷാദാർദ്രമായി. കുട്ടികൾ ആ പാട്ട് പാടി നിർത്തിയ ഉടനെ തന്നെ കരഘോഷം ഉയർന്നു. അതിനുശേഷം ടീച്ചർ പറഞ്ഞു, ഇനി നമുക്ക് ബൊമ്മ മഹോത്സവം ആലപിക്കാം. അയ്യോ, ടോട്ടോ ഈ പാട്ടും കേട്ടിട്ടില്ല, ഇതിലും ടോട്ടോയ്ക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അവള് നോക്കിയിരിപ്പ് തുടങ്ങി. അല്ലാതെ എന്ത് ചെയ്യാനാണ്? പാട്ടിന്റെ വരികൾ ടോട്ടോയ്ക്ക് അറിയില്ല. പാട്ട് ആലാപനം പതിവ് പോലെ തന്നെ കുട്ടികളെല്ലാവരും ഒരേ താളത്തിലാണ്. ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ടീച്ചർ കയ്യടികൾക്ക് ശേഷം ടീച്ചർ പറഞ്ഞു, ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാം. പെൺകുതിരയും കിടാവുമാണ് നമ്മുടെ അടുത്ത പാട്ട്. ശരി, തുടങ്ങിയാട്ടെ. റെഡി, 1, 2, 3. ഒറ്റ സ്വരത്തിൽ ഒരേ താളത്തിൽ കുട്ടികൾ രസകരമായി പാട്ടുപാടുകയാണ്. ടോട്ടോച്ചാന് ആകെ വിഷമമായി പോയി. കാരണം ഇവർ പാടുന്ന പാട്ടൊന്നും ടോട്ടോ കേട്ടിട്ടുമില്ല, വരികളും അറിയില്ല. അവിടെ ഇരുന്ന ടോട്ടോച്ചാനെ നോക്കിക്കൊണ്ട് ആ സൈനികൻ മെല്ലെ ചോദിച്ചു, കുഞ്ഞെന്താ പാട്ടു പാടാത്തത്? അത് കേട്ടപ്പോൾ ടോട്ടോയ്ക്ക് വിഷമമായി. കാരണം സൈനികരെ സന്ദർശിക്കാനും അവരെ സാന്ത്വനിപ്പിക്കാനുമായി വന്നിട്ട് അവർക്ക് വേണ്ടി താൻ ഒന്നും പാടുന്നില്ലല്ലോ എന്നൊരു വിഷമമായി അവൾക്ക്. മൂന്നാമത്തെ പാട്ടും കഴിഞ്ഞ് ടീച്ചർ അടുത്തത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എണീറ്റ് അവൾ പറഞ്ഞു, ഇനി ഞാനാണ് പാടുന്നത്. ടീച്ചർ പെട്ടെന്ന് നേരത്തെ തീരുമാനിച്ച പരിപാടിയിലില്ലാത്ത ഒന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ടീച്ചർ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, കുട്ടി ഏത് പാട്ടാ പാടാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും തന്നെ
ടോട്ടോ എണീറ്റ് നിന്ന് ഉടുപ്പൊക്കെ നേരെ പിടിച്ചിട്ട് ഒരു ശ്വാസം ഉള്ളിലേക്കെടുത്ത് അവൾക്കറിയാവുന്ന അവളുടെ സ്കൂളിലെ പാട്ട് പാടി തുടങ്ങി. ചവച്ചരച്ചിറക്കിടാം കഴിച്ചിടുന്നതൊക്കവേ, ചവച്ചരച്ചിറക്കിടാം ഇറച്ചി ചോറു മീൻകറി. നിർത്തി. പാട്ട് പാടി തുടങ്ങിയപ്പോ മ്യൂസിക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കൈപൊക്കിയ ടീച്ചറുടെ കൈ അങ്ങനെ തന്നെ സ്തംഭനാവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം അവർക്ക് ഈ പാട്ടിന്റെ വരികൾ അറിയില്ല, ഈ പാട്ടിന്റെ താളം അറിയില്ല. പാട്ടുപാടി ടോട്ടോ തിരികെ കട്ടിലിൽ വന്നിരുന്നപ്പോ ആ പട്ടാളക്കാരന്റെ കണ്ണ് നിറഞ്ഞ് അവളെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നന്ദി കുഞ്ഞെ, നീ നന്നായി പാടി, നീ എന്നെ സന്തോഷിപ്പിച്ചു എന്ന്. അവൾക്ക് വലിയ സമാധാനവും സന്തോഷവും ഒക്കെ തോന്നി. അവളുടെ അച്ഛനേക്കാൾ അല്പം കൂടി പ്രായം തോന്നുന്ന അയാൾ മെല്ലെ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞ് അനിയന്ത്രിതമായി ഒഴുകുന്ന ദുഃഖത്തോടെ അവൾ അയാളുടെ നെറുകയിൽ അയാളുടെ കയ്യിൽ അവളും ഒന്ന് തൊട്ടു നോക്കി. അയാളെ സന്തോഷിപ്പിക്കാനായി ചുറുചുറുക്കുള്ള ശബ്ദത്തിൽ ടീച്ചർ പറഞ്ഞു, ഇനി പാട്ടുകൾക്ക് ശേഷം നമ്മൾ ഇനി ഖണ്ഡികകൾ വായിക്കുകയാണ്. ഈ വീരയോദ്ധാക്കൾക്ക് വേണ്ടി കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന ഖണ്ഡികകൾ ഓരോരുത്തരായി ഇനി വായിക്കുന്നതാണ്. കുട്ടികൾ ഓരോരുത്തരായി ഉച്ചത്തിൽ അവർ തയ്യാറാക്കി കൊണ്ടുവന്ന വരികൾ വായിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ടോട്ടോച്ചാൻ തന്റെ പ്രിയപ്പെട്ട സൈനികനെ ഉറ്റുനോക്കി. നിറഞ്ഞൊഴുകിയിരുന്ന അയാളുടെ കണ്ണുകൾ ഇപ്പോ നേരെയായിട്ടുണ്ട്. അയാളുടെ മുഖം തുടുത്ത് നല്ല ചുവന്നിരിക്കുന്നു. അവളെ നോക്കി നല്ലൊരു ചിരി കൊടുത്തു. ടോട്ടോയ്ക്കും വലിയ സന്തോഷമായി. അവൾ തിരികെ ചിരിച്ചിട്ട് അയാളുടെ കൈ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ചിരിച്ചല്ലോ, എനിക്കും സന്തോഷമായി. എന്തിനായിരുന്നു ആ മനുഷ്യൻ കരഞ്ഞത്? അവൾക്കറിയില്ല, ടീച്ചർക്കും അറിയില്ല. ചിലപ്പോൾ ടോട്ടോയുടെ പ്രായത്തിൽ ഒരു മകൾ അയാൾക്ക് ഉണ്ടായിരിക്കണം. ആ മകളെ അയാൾ അത്രത്തോളം ആ മകളുടെ സാന്നിധ്യം അയാൾക്ക് അനുഭവിക്കാൻ കഴിയാത്തതിന്റെ ദുഃഖമാവാം. ഇനി അതല്ലെങ്കിൽ നിഷ്കളങ്കമായ ആത്മസംതൃപ്തിയോടെ അവൾ അയാൾക്ക് വേണ്ടി പാടിയ പാട്ട് അയാളുടെ മനസ്സിനെ സ്പർശിച്ചു കാണണം. എല്ലാം ചവച്ചരച്ച് കഴിക്കണം എന്ന് പാടിയ ഈ കുഞ്ഞിന് ഒന്നും കഴിക്കാനില്ലാതാകുന്ന കാലമാണല്ലോ ചിലപ്പോൾ വരാൻ പോകുന്നത് എന്ന ചിന്ത ഒരു സൈനികൻ എന്ന നിലയിൽ അയാൾക്ക് ഉണ്ടായതാവാം ചിലപ്പോൾ ഒരു കാരണം. എല്ലാറ്റിനുമുപരി കാരുണ്യവും ഭീതിതവും ആയ ദുരന്തങ്ങൾ എട്ടും പൊട്ടും തിരിയാത്ത ഈ പൈതങ്ങളെ ആകെ വിഴുങ്ങാൻ അധികം താമസമില്ല എന്നത് ആ മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നിരിക്കണം. എന്തായാലും പസഫിക്കിൽ യുദ്ധത്തിന്റെ കപ്പലുകൾ മുന്നേറുന്ന കാലമായിരുന്നു അത്. ഇതൊന്നും അറിയാതെ നിഷ്കളങ്കരായ കുട്ടികൾ തങ്ങളുടെ ഖണ്ഡികകൾ പട്ടാളക്കാർക്ക് വേണ്ടി വായിച്ചുകൊണ്ടേയിരുന്നു. കുട്ടികളിലെ ദേശീയബോധം വളർത്താൻ വേണ്ടി അവർക്ക് സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ കോളേജ് കാലഘട്ടം കഴിഞ്ഞാൽ 1-2 വർഷം നിർബന്ധിതമായ ദേശസേവനത്തിനുള്ള അവസരം കൊടുക്കണം എന്നത് എത്രയോ കാലമായി പലരും, വിദ്യാഭ്യാസ രംഗം അല്ലെങ്കിൽ പൊതുരംഗത്തുള്ള പലരും ഒളിഞ്ഞും തെളിഞ്ഞും അഭിപ്രായപ്പെടുന്ന കാര്യമാണ്. എങ്കിൽ മാത്രമേ ഒരു വിലയുമില്ലാതെ നമുക്ക് കിട്ടി എന്ന് ഇപ്പോൾ കരുതുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കാനും ജീവിതത്തിലും സ്വന്തം ജീവിതത്തിലും ഒക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാനും കുട്ടികൾക്ക് കഴിയുകയുള്ളൂ എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അത്തരമൊരു കാലത്തിലേക്ക് നമ്മളും എപ്പോഴെങ്കിലുമൊക്കെ എത്തട്ടെ. അടുത്ത അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം.